അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ ഖത്തർ. അധ്യായം 249. കുട്ടികളുടെ സമഗ്ര വികസനമാണ് വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കേണ്ടത്. കുട്ടികൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്ര വികസനമാണ് വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം പരീക്ഷാ കേന്ദ്രീകൃതമാവുകയും മാർക്കുകളിൽ ചുരുങ്ങുകയും ചെയ്യുന്നു. കിടമത്സരത്തിൻ്റെ ഇടനാഴികകളിൽ നമ്മുടെ കുട്ടികളിൽ ചിലർക്കെങ്കിലും തങ്ങളുടെ കുട്ടിക്കാലം നഷ്ടമാവുകയും സമ്മർദ്ദങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകുകയും ചെയ്യുന്നു. ഫലമോ A+കളുടെയും റാങ്കുകളുടെയും വർണ്ണത്തിളക്കത്തിൽ കലാകായിക ജനസേവന രംഗങ്ങളിൽ വളർന്നുവരേണ്ട പല പ്രതിഭകളും നിഷ്പ്രഭമാവുകയോ വേണ്ട രൂപത്തിൽ അംഗീകരിക്കപ്പെടാതെ പോവുകയോ ചെയ്യുന്നു. പാഠ്യേതര രംഗങ്ങൾക്കൊക്കെ തുല്യ പ്രാധാന്യമാണ് പുതിയ വിദ്യാഭ്യാസ നയങ്ങളൊക്കെ വിഭാവനം ചെയ്യുന്നത്. നേരത്തെ പാഠ്യേതര വിഷയങ്ങളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികൾ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ കോ കരിക്കുലർ ആക്ടിവിറ്റികൾ എന്നാണ് പറയാറുള്ളത്. പ്രയോഗത്തിലുണ്ടായ ഈ മാറ്റം സമീപനത്തിലും പ്രതിഫലിക്കണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ ക്രമം പ്രതീക്ഷിക്കുന്നത്. പരീക്ഷയ്ക്ക് പഠിക്കുകയും നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യുന്നതൊക്കെ പ്രധാനം തന്നെ. എന്നാൽ കുട്ടികൾ കേവലം പുസ്തകപ്പുഴുക്കളായി പരീക്ഷയും മാർക്കും മാത്രമായി ചുരുങ്ങുന്നത് ഒരു നിലക്കും ആശാസ്യമല്ല. നമ്മുടെ കുട്ടികളിലൊക്കെ പലതരത്തിലുള്ള കഴിവുകളാണ് ഒളിഞ്ഞുകിടക്കുന്നത്. ഈ കഴിവുകളുടെ ശരിയായ വികസനം, സ്കിൽ ഡെവലപ്മെന്റ് നടക്കുമ്പോഴാണ് സമഗ്രമായ വികസനം സാധ്യമാകുന്നത്. കുട്ടികൾക്ക് ആവശ്യമായ സ്കിൽ ഡെവലപ്മെന്റും ജീവിത പാഠങ്ങളുമൊക്കെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം. സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്നതിന് കുട്ടികളുടെ സാമൂഹിക സാമ്പത്തിക പരിസരങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സമീപനമാണ് അധ്യാപകർ സ്വീകരിക്കേണ്ടത്. ഓരോ കുട്ടിയും ജീവിക്കുന്നതും വളരുന്നതും പ്രത്യേകമായ സാഹചര്യങ്ങളിലാകാം. അധ്യാപകർ അവ തിരിച്ചറിഞ്ഞ് പെരുമാറുമ്പോൾ കുട്ടികളുടെ വളർച്ചയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാവുക. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈയിടെ വായിച്ചൊരു കഥ ഇതുമായി ചേർത്ത് വയ്ക്കാം. എനിക്ക് നിങ്ങളിൽ ടെഡ്ഡി ഒഴികെയുള്ള എല്ലാവരെയും നല്ല ഇഷ്ടമാണ്. ക്ലാസ് ടീച്ചറായ ആനി തോംസൺ ക്ലാസ്സിലെ തൻ്റെ കുട്ടികളോട് ആദ്യമായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ടെഡ്ഡി, അവൻ്റെ വസ്ത്രം എപ്പോഴും അഴുക്കു പുരണ്ടതായിരുന്നു. പഠനത്തിൽ വളരെ താഴ്ന്ന നിലവാരമായിരുന്നു അവനുണ്ടായിരുന്നത്. ആരോടും മിണ്ടാതെ അന്തർമുഖനായി ജീവിക്കുന്നവനായിരുന്നു അവൻ. കഴിഞ്ഞൊരു വർഷം അവനെ പഠിപ്പിക്കുകയും അവൻ്റെ ഉത്തരപേപ്പർ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് ടീച്ചറായ ആനി തോംസൺ അങ്ങനെ പറഞ്ഞത്. പരീക്ഷയിൽ എല്ലാ ചോദ്യത്തിനും തെറ്റായ ഉത്തരം നൽകി പരാജിതനെന്ന പേരും ചുമന്ന് ജീവിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ടെഡ്ഡി. അങ്ങനെയിരിക്കെ ഒരു ദിവസം താൻ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഇതുവരെയുള്ള പഠന ഡയറി പരിശോധിക്കണമെന്ന കൽപ്പന ആ അധ്യാപികയ്ക്ക് ലഭിച്ചു. അപ്രകാരം അവർ ടെഡ്ഡിയുടെ ഡയറിയും പരിശോധിക്കുന്നതിനിടയിൽ അത്ഭുതകരമായൊരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ്റെ 1ാം തരത്തിലെ ഡയറിയിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ അവനെക്കുറിച്ച് എഴുതിയത് അവർ വായിച്ചു. അതിപ്രകാരമായിരുന്നു: ടെഡ്ഡി സമർത്ഥനായൊരു വിദ്യാർത്ഥിയാണ്. ഒട്ടേറെ കഴിവുകളുള്ള സമർത്ഥനായ വിദ്യാർത്ഥി. അവനെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രത്യേക പരിഗണന നൽകി വളർത്തിയാൽ അവൻ മഹാനാകും. അവർ ഉടൻ അവൻ്റെ 2ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയത് എന്താണെന്ന് നോക്കി. ബുദ്ധിമാനായ വിദ്യാർത്ഥിയാണ് ടെഡ്ഡി. കൂട്ടുകാർക്ക് വളരെ പ്രിയങ്കരനാണവൻ. പക്ഷേ മാതാവിന് ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് അവനിപ്പോൾ അസ്വസ്ഥനാണ്. ഏറെ ആകാംക്ഷയോടെയാണ് ആനി തോംസൺ അവൻ്റെ 3ാം ക്ലാസ്സിലെ ടീച്ചർ കുറിച്ചത് വായിച്ചത്. മാതാവിൻ്റെ മരണം അവനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. ആവുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചിട്ടും പിതാവ് അവനെ പരിഗണിച്ചതേയില്ല. വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ഈ കുഞ്ഞിൻ്റെ ജീവിതം താറുമാറായേക്കും. ആനി തോംസണ് കൗതുകവും ജിജ്ഞാസയും വർദ്ധിച്ചു. ഉടനെ അവർ 4ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയത് നോക്കി. ടെഡ്ഡി സ്വന്തത്തിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നവനാണ്. പഠനത്തിൽ അവൻ അശേഷം താല്പര്യമില്ല. അവന് കൂട്ടുകാരുമില്ല. പലപ്പോഴും ക്ലാസ്സിനിടയിൽ കിടന്നുറങ്ങുകയാണ് അവൻ്റെ പതിവ്. ഇത്രയും വായിച്ചപ്പോഴാണ് അധ്യാപിക ആനി തോംസണ് ടെഡ്ഡിയുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലായത്. തൻ്റെ കാര്യത്തിൽ അവർക്ക് തന്നോട് തന്നെ ലജ്ജ തോന്നി. അങ്ങനെയിരിക്കെ അധ്യാപികയുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി എല്ലാ കുട്ടികളും ചിത്രപ്പണി ചെയ്ത് അലങ്കരിച്ച കവറിൽ സമ്മാനം നൽകിയപ്പോൾ മാർക്കറ്റിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന വില കുറഞ്ഞ പൊളിത്തീൻ കവറിൽ പൊതിഞ്ഞ സമ്മാനമാണ് ടെഡ്ഡി നൽകിയത്. ഇത് ആ അധ്യാപികയെ കൂടുതൽ വിഷമത്തിലാക്കി. അവർ ടെഡ്ഡിയുടെ സമ്മാനപ്പൊതി തുറന്നു. സാധാരണ ചെറിയ കല്ലുകൾ കോർത്തിണക്കിയ മാലയും 3/4 ഭാഗത്തോളം ഉപയോഗിച്ചു തീർന്ന ഒരു അത്തർകുപ്പിയുമായിരുന്നു അതിലെ സമ്മാനം. ഇത് കണ്ട കുട്ടികളൊക്കെ ഉറക്കെ ചിരിക്കുകയും കൂടി ചെയ്തതോടെ ആനി തോംസണ് അങ്ങേയറ്റം വേദനിച്ചു. പക്ഷേ തനിക്ക് ലഭിച്ച സമ്മാനങ്ങളിൽ
ആ മാലയും അത്തറുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ആ അധ്യാപിക പ്രഖ്യാപിച്ചതോടെ കുട്ടികളുടെ ചിരി അടങ്ങി. മാത്രമല്ല, അധ്യാപിക ടെഡിക്ക് അങ്ങേയറ്റം നന്ദി പറയുകയും ചെയ്തു. എന്നിട്ട് ആ മാല അവർ ധരിക്കുകയും അത്തർ ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു. ആ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ടും ടെഡി വീട്ടിലേക്ക് മടങ്ങിയില്ല. തൻ്റെ ടീച്ചറെ കാത്തിരിക്കുകയായിരുന്നു അവൻ. അവർ വന്നപ്പോൾ ടെഡി പറഞ്ഞു, ഇന്ന് ടീച്ചർക്ക് എൻ്റെ അമ്മയുടെ മണമാണ്. ഇത് കേട്ട ആ ടീച്ചർ പൊട്ടിക്കരഞ്ഞുപോയി. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മാതാവ് ഉപയോഗിച്ചിരുന്ന അത്തറാണ് തനിക്ക് ടെഡി കൊണ്ടുവന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു. മരിച്ചുപോയ മാതാവിനെയാണ് ടെഡി തന്നിൽ കാണുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അന്നു മുതൽ ആനി തോംസൺ ടെഡിക്ക് പ്രത്യേകമായ പരിഗണന നൽകി. അവൻ്റെ ഉന്മേഷവും പ്രസരിപ്പും വീണ്ടെടുത്തു. വർഷാവസാനമായപ്പോഴേക്കും ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥരായ കുട്ടികളുടെ ഗണത്തിലായി അവൻ്റെ സ്ഥാനം. ഒരു ദിവസം തൻ്റെ വാതിലിൽ ഒളിച്ചുവെച്ച ഒരു കുറിപ്പ് തോംസൺ വായിച്ചത് ഇങ്ങനെയായിരുന്നു: എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അധ്യാപികയാണ് താങ്കൾ. ഒരു അധ്യാപികയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത്. അവർ ഉടനെ ടെഡിക്ക് ഇങ്ങനെ മറുപടി എഴുതി: നല്ല ഒരു അധ്യാപികയാവുക എന്നത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ചത് നീയാണ്. വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ വൈദ്യശാസ്ത്ര കോളേജിൽ നിന്ന് ആനി തോംസനെ തേടി ഒരു ക്ഷണക്കത്തെത്തി. ആ വർഷത്തെ ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ടെഡിയുടെ മാതാവെന്ന നിലയിലാണ് ക്ഷണം. ടെഡി സമ്മാനിച്ച കല്ലുമാലണിഞ്ഞ് അത്തർ പുരട്ടി തോംസൺ അന്ന് അവിടെ എത്തിച്ചേർന്നു. ടെഡിയുടെയും ടീച്ചറിൻ്റെയും സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന വൈദ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ ടെഡി സ്റ്റൊഡാർട്ട് ആയിത്തീർന്നു ഈ ബാലൻ. ഇത് കൃത്യസമയത്തു തന്നെ തിരിച്ചറിയപ്പെട്ട് വേണ്ട പരിഗണന ലഭിക്കുകയും കൈപ്പിടിച്ചുയർത്താൻ ആനി തോംസൺ എന്ന ഒരാൾ മുന്നോട്ട് വരികയും ചെയ്ത ഒരു ടെഡിയുടെ കഥ. ഇതുപോലെ നമുക്ക് ചുറ്റും പലവിധ പ്രശ്നങ്ങൾക്കിടയിലും ആരാലും തിരിച്ചറിയപ്പെടാതെ ഒതുങ്ങിക്കൂടുന്ന നിരവധി ടെഡിമാരുണ്ടാവാം. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാത്തതിൻ്റെ പേരിൽ മാത്രം ഒന്നിനും കൊള്ളാത്തവനെന്ന് മുദ്രകുത്തി എഴുതിത്തള്ളപ്പെട്ട ബാല്യങ്ങൾ, സ്കൂളിൽ പോകാൻ, ചില അധ്യാപകരെ കാണാൻ, പരീക്ഷ എഴുതാൻ ഒക്കെ പേടിയുള്ള കുട്ടികൾ. വേണ്ട പോലെ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ അറിയപ്പെട്ടേക്കാവുന്ന അപൂർവ പ്രതിഭകളാകാം അവരിൽ പലരും. അതിനാൽ പരീക്ഷയിലെ മാർക്ക് മാത്രം നോക്കി കുട്ടികളെ വിലയിരുത്താതിരിക്കുക. ജീവിതാനുഭവങ്ങൾ നേടുന്നതിനും സ്കില്ലുകൾ വികസിപ്പിക്കുന്നതിനും മുൻതൂക്കം കൊടുക്കുകയും ഓരോരുത്തരുടെയും സാമൂഹ്യ സാംസ്കാരിക പരിസരങ്ങൾ തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടുള്ള സമീപനമാണ് കാലം ആവശ്യപ്പെടുന്നത്. വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 00974552627 എന്ന വാട്സപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.